ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പേജസ് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാനിവിടെ URL കയറിയിട്ട് ഞാനിവിടെ മാനുവലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ അടുത്ത പേജിലോട്ട് പോകും. സോ മാനുവലി കൊടുക്കാതെ തന്നെ എങ്ങനെ നമുക്ക് ലിങ്ക് വെച്ച് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേറെ പേജിലോട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ആദ്യം നമുക്കിവിടെ മെയിൻ പേജ് .tsxനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ പുതിയൊരു ആങ്കർ ടാഗ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഞാനിവിടെ ടാഗ് എന്നിട്ട് ഇവിടെ അബൌട്ട് അസ് എന്ന് പറഞ്ഞൊരു പേജ്, ആ ആങ്കർ ടാഗിൽ ഞാനൊരു URL കൊടുക്കുകയാണ് /about. ഓക്കെ, കാരണം നമ്മൾ URL കഴിഞ്ഞിട്ട് അടുത്ത ഏതാണോ അതിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇവിടെ അബൌട്ട് അസ് എന്ന് പറഞ്ഞൊരു പേജ് ഇവിടെ ലിങ്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്ത പേജിലോട്ട് മാറും. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു ഫ്ലോ ഉണ്ട്. അതായത് നമ്മളിവിടെ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ റീലോഡ് ബട്ടൺ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീലോഡ് ബട്ടൺ മാറിയിട്ട് ഇവിടെ ഒരു ക്രോസ് എന്ന് പറഞ്ഞായിരിക്കും വന്നത്. ആക്ച്വലി ഇത് നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി ഈ പേജ് റീഫ്രഷ് ആണ് ചെയ്യുന്നത്. ഓക്കെ, പേജ് റീഫ്രഷ് ചെയ്ത് പുതിയൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ അല്ല. നമുക്ക് ആക്ച്വലി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ URL മാറണം, പുതിയ പേജ് കാണിക്കണം, പക്ഷേ പേജ് റീഫ്രഷ് ചെയ്യാൻ പാടില്ല. പേജ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ എലമെൻസും അതുപോലെ പുതിയ ഫയൽസൊക്കെ ആയിരിക്കും ലോഡ് ചെയ്ത് വരിക. അപ്പം നമുക്കത് ഒഴിവാക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആങ്കർ ടാഗ് മാറ്റിയിട്ട് നമ്മൾ Next.jsനെ തന്നെ നമുക്കൊരു ലിങ്ക് എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ട്. ഇവിടെ ഞാൻ ലിങ്ക് മാറ്റുക. ഓക്കെ, അപ്പോൾ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു ഇമ്പോർട്ട് ഇവിടെ വരും. ഇത് ഓട്ടോമാറ്റിക് വന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കൊടുക്കുക, ഇമ്പോർട്ട് ലിങ്ക് ഫ്രം next/link എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഈ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ എന്ന് പറഞ്ഞാൽ റീഫ്രഷ് ചെയ്യുക, അബൌട്ട് അസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അബൌട്ട് അസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഈ റീലോഡ് ബട്ടൺ മാറിയില്ല. ഞാൻ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് അവിടെ തന്നെ ഇരിക്കുക. ആക്ച്വലി പേജ് റീഫ്രഷ് ആകുന്നില്ല, അതായത് പുതിയ പേജിലോട്ട് റീഫ്രഷ് ആകുന്നില്ല, പക്ഷേ നമ്മളെ URL അപ്ഡേറ്റ് ആവും, അത് തന്നെ പുതിയ പേജിലോട്ട് നാവിഗേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മൾ പേജ് എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ലിങ്ക് വഴിയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് ലേഔട്ടിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മളെ ആപ്പ് ഫോൾഡറിനകത്ത് നമുക്കൊരു ലേഔട്ട് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. layout.tsx ഉണ്ട്, page.tsx എന്ന് പറഞ്ഞ് നമ്മൾ നോർമലി പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഫയലായിരിക്കും ഡീഫോൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ layout.tsx ഫയൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു റാപ്പറാണ്. അതായത് നമ്മുടെ പേജിനകത്തുള്ള കണ്ടൻസ്, ഈ page.tsx എന്ന് പറഞ്ഞ ഈ പേജ് ഫയലിൻ്റെ ഒരു റാപ്പറാണ് ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ layout.tsxനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എക്സ്പോർട്ട് ഡീഫോൾട്ട് ഫംഗ്ഷൻ ഉണ്ട്, റൂട്ട് ലേഔട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഇതായിരിക്കും ഡീഫോൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് നമ്മുടെ HTML, പിന്നെ ഒരു ബോഡി ടാഗ് ഉണ്ട്. ആ ബോഡിക്കകത്തായിരിക്കും നമ്മുടെ ചിൽഡ്രൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടൻസ് ആണ്. അതായത് നമ്മൾ എന്താണോ കണ്ടൻസ് കൊടുക്കുന്നത് ആ കണ്ടൻസ് നമ്മൾ ഈ ചിൽഡ്രനകത്തോട്ട് ഇഞ്ചെക്ട് ചെയ്ത് ഇതിനകത്ത് കാണിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ലേഔട്ട് എന്ന് പറയുന്നത്. ഈ ലേഔട്ടിനകത്തായിരിക്കും നമ്മുടെ ഡിഫറെൻറ്റ് പേജ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കണ്ടൻസ് ഒക്കെ എല്ലാം ലോഡ് ചെയ്ത് കാണിക്കുന്നത് ഈ ചിൽഡ്രനകത്തായിരിക്കും. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്കിവിടെ ഒരു ഹെഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഹെഡിനകത്തായിരിക്കും നമ്മൾ ഈ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് കണ്ടിട്ടില്ല. ഇതിൽ നമുക്ക് വേറൊരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് മെറ്റാ ഡേറ്റ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഈ മെറ്റാ ഡേറ്റയ്ക്കകത്തായിരിക്കും നമ്മളുടെ ഹെഡ് എന്ന് പറഞ്ഞ ടാഗിനകത്ത് നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും എല്ലാം ഇതിനകത്ത് കൊടുക്കുന്നത്. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി Next.jsന് മനസ്സിലാവും ഇതൊരു ഹെഡ് ടാഗിനകത്ത് കൊടുക്കുന്ന സാധനങ്ങളാണ്. അതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് വരും. അതുകൊണ്ട് നമുക്ക് സ്പെഷ്യലായിട്ടൊരു ഹെഡിൻ്റെ എലമെൻറ്റ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കെല്ലാം ഇതിനകത്ത് വഴി നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്രിയേറ്റ് നെക്സ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞ ടൈറ്റിലിൽ നിന്ന് ഞാൻ മാറ്റുകയാണ്. ഞാനിവിടെ Next.js ട്യൂട്ടോറിയൽ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടാ
ഇവിടെ നമ്മുടെ ടൈറ്റിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹെഡിനകത്ത് ഉണ്ട്, ഇവിടെ ഹെഡ് ഉണ്ട്. ഇതൊക്കെ ഡീഫോൾട്ടായിട്ട് വരുന്നതാണ്, ഇത് ഇൻബിൽഡ് വരുന്നതാണ്. നമ്മളിവിടെ ടൈറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടൈറ്റിലും ഉണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷനും ഉണ്ട്. ജനറേറ്റഡ് ബൈ ക്രിയേറ്റ് നെക്സ്റ്റ് ആപ്പ്. അപ്പോൾ നമ്മളെ ടൈറ്റിലും ഈ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലേഔട്ടിൻ്റെ ഫയൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു wrapper-ആണ്. അതായത് നമ്മുടെ പേജ് എന്ന് പറയുന്ന ഫയലിൻ്റെ ഒരു wrapper-ആണ് ലേഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടുക.